ഈ സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ചില ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതൊന്ന് പൂവാല ശല്യമാണ്, ചെറിയ പിള്ളേരുടെയൊക്കെ ചെറിയ ശല്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പണ്ട് നമ്മൾ വൺ മാൻ ഷോ എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു പുറവിപ്പാളയം എന്ന് പറഞ്ഞൊരു ഒരു ചെറിയ പാലസാണ്. ആ പാലസിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സെറ്റിട്ടിരിക്കുകയാണ്. സോങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. നിറയെ കാടാണ് അതിന് ചുറ്റും. ഈ കാട് പിടിച്ച് കിടക്കുന്നിടത്തൊരു പീഠം ആർട്ട് ഡയറക്ടർ പണിതിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ആ പീഠത്തിൽ പോയി ചയറിട്ടിരിക്കും. അതൊരു രസമാണ്. ഈ കാടിൻ്റെ നടുക്കൊരു പീഠത്തേലിരിക്കുകയാണ്. ബാക്കിലൊരു മതിലും ഉണ്ട്. അവിടെ കുറേ പേര് ഷൂട്ടിങ് കാണാനൊക്കെ വരും. അപ്പോൾ ഒരു ലക്ഷ ടൈം ഒരു വൈകിട്ടൊരു 6:30 ഏകദേശം ആയിട്ടുണ്ട്. ഇരുട്ട് വീണ് തുടങ്ങി ചെറുതായിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ 2-3 പേര് അവിടെ പോയിരുന്നു. അത് ഒന്ന് സംയുക്ത വർമ്മയാണ്, ഒന്ന് മങ്കാ മഹേഷാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അവിടെ ഒരു ചെയറിട്ട് വട്ടം വളഞ്ഞ ഒരു റൗണ്ട് ടേബിൾ, ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംയുക്ത ഇടയ്ക്കൊരു പരാതി പറഞ്ഞു. കുറേ നേരമായി ഒരുത്തൻ പുറകെ ഇരുന്ന് ഷൂ ഷൂ എന്ന് വിളിക്കുന്നുണ്ട് എന്നെ. അപ്പോൾ ഞങ്ങളതിന് കമൻറ്റ് പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്തു. അന്നൊന്ന് തിരിഞ്ഞു നോക്കിയൊക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ കിട്ടുകയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും സംയുക്ത പറഞ്ഞു, അവൻ കുറേ നേരമായി കിടന്ന് ഷൂ ഷൂ എന്ന് വിളിക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണം ഇങ്ങോട്ട് നീങ്ങിയിരുന്നോ, ഇപ്പുറത്തേക്ക് ഇരുന്നോളൂ എന്ന് പറഞ്ഞ് സംയുക്ത ഇപ്പുറത്തേക്ക് ഇരുന്നപ്പോഴും അങ്ങനെ വീണ്ടും ഷൂ ഷൂ വിളിയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് ഇതൊന്നുമല്ല. ഒരു വലിയ മൂർഖൻ പാമ്പ് ഇങ്ങനെ പത്തി വിരിച്ചത് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇത് കണ്ടതോടെ ഞെട്ടി. വേഗം ഇത് പറയുക, HMI ലൈറ്റ് എന്ന് പറഞ്ഞൊരു വലിയ ലൈറ്റുണ്ട്, അതങ്ങോട്ട് പാൻ ചെയ്ത് പിടിച്ച് ഈ പാമ്പിൻ്റെ നേരെ വെച്ച് നോക്കിയപ്പോൾ ഇത് ശൂശു അടിച്ച് ഇത് സംയുക്ത ഇരിക്കുന്നതിൻ്റെ തൊട്ട് പിന്നിലായിരുന്നു എന്നുള്ളതാണ് ഇത്ര നേരം. അത് നമ്മൾ ഈ ഷൂട്ടിംഗ് കാണാവുന്ന ആളുകൾ മതിലിൻ്റെ അവിടെ നിന്ന് വിളിച്ച പോലെയാണ് തോന്നിയിരുന്നതെങ്കിലും ഇത് ഇത്രയും അപകടകരമായൊരു സിറ്റുവേഷനിലിരുന്നെന്നുള്ളത് അറിഞ്ഞേയില്ല. പിന്നെ നാട്ടുകാർ ചാടി വന്നു. ഇത് പാമ്പാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓടി വന്ന് അതിനെ പിടിച്ച് പുറത്താക്കി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പാമ്പിനാണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. അതൊരു കാട്ടിലൂടെ പോണ ഒരു പാമ്പല്ല അത്. ആ പാലസിൽ ഒരു സാമിയുണ്ട്. ആ സാമി വളർത്തുന്ന പാമ്പാണ്. അങ്ങനെ ഒരു കുഴപ്പവും കൂടെ ഉണ്ട് അതിന്. അപ്പോൾ ഇതിനെ തല്ലിക്കൊല്ലാനായിട്ട് നമ്മുടെ പ്രൊഡക്ഷനിലെ ആളുകൾ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇത് ഇവിടുത്തെ ഒരു അന്തേവാസിയാണ് എന്നുള്ളത്. പിന്നെ ഒന്നും ചെയ്തില്ല. എങ്കിലും എത്ര അന്തേവാസിയാണെങ്കിലും അവിടുത്തെ ആളാണെങ്കിലും ഒക്കെ കടിച്ചാൽ കടിച്ചത് തന്നെയാണ്. അതിനെ കണ്ടാൽ വേണ്ട, ഒന്ന് ചുമ്മാ കണ്ടാൽ മതി, നമ്മൾ തലയുറ്റി വീഴുന്ന തരത്തിലുള്ളൊരു വലിയ പാമ്പായിരുന്നു അത്. എന്തായാലും അതിന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നൊരു സംഭവമാണത്.